ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ചിക്കൻ കറി, ഒരു തനി നാടൻ ചിക്കൻ കറി ഇത്രയും നമ്മൾ വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ നമ്മളൊരു പാത്രത്തിൽ കൊടുത്തിട്ട് കഴുകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ചിക്കൻ ഒന്ന് കഴുകണം, നല്ല രീതിയിൽ കഴുകിയെടുക്കണമല്ലോ. ഇത് കട്ട് ചെയ്ത പീസാണ്. കട്ട് ചെയ്ത പീസ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകുകയാണ്. ഇപ്പോൾ കഴുകിയതിന് ശേഷം സവാള, വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചി, ഇങ്ങനെയുള്ള എല്ലാം എടുത്തു കേട്ടോ. കൈ വെച്ചോണ്ട് കിടക്കണം. അവിടെ ചെറിയ കയറുണ്ടോ അവിടെ സൈഡില് അവിടെ കെട്ടിപ്പോയി കയറ്, ചെറിയ കയറില്. നമ്മളിപ്പോൾ ഇഞ്ചി പേസ്റ്റ് എണ്ണയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇത്തിരി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം കൂടെ ഇട്ട് നല്ല വഴറ്റിയിട്ടിട്ട് കാണിച്ചത് കേട്ടോ. നമ്മൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി, പിന്നെ നമ്മളിതാ മുളക് രണ്ടായിട്ട് കീറി ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു 3 മുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇത് നമ്മൾ സാധാരണ നാടൻ രീതിയിൽ നമ്മൾ വയ്ക്കുന്ന ചിക്കൻ നമ്മൾ ഇങ്ങനെയും വയ്ക്കാറുണ്ട്, പിന്നെ കുക്കറിലും വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്ക് ഇങ്ങനെ കാണിച്ചു തരാം എന്നുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല മുളകിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. അപ്പം നമ്മളിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. വഴണ്ട് വന്നിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇപ്പോഴേ ഉപ്പിടണേ. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി മസാല ഇടാനുള്ള സമയമായി. ഏകദേശം ആയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. അത് നോക്കി അടിപ്പൊടി ആയിട്ടുണ്ട്, വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലിടേണ്ടത് ഒരു പൊടിക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ആവശ്യത്തിന് ചിക്കൻ പൊടി. നമ്മൾ ഇതിലിടുന്ന ഇതിപ്പം 1.5 കിലോ ചിക്കൻ ഉണ്ട്. 1.5 കിലോ ചിക്കൻ നമ്മളിപ്പോൾ ടീസ്പൂൺ, ചെറിയ സ്പൂണിൽ 3 സ്പൂൺ. മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇടത്തരം സ്പൂണിൽ 2-2.5 സ്പൂണ് നമ്മൾ ഇതിലിടും. ഭയങ്കര എരിയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ലോ ഫ്ലെയിമിൽ വേണം അത് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തത്തിൽ പിടിക്കും. വഴണ്ട് വന്നിട്ട്
ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എന്താ നമ്മുടെ അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് നല്ല രീതിയിൽ ഇളക്കി ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ഇപ്പോഴൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചാൽ ശരിയാവത്തില്ല. വെള്ളം ഒഴിക്കാതെ ഇപ്പോഴിതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. നമുക്ക് ആവശ്യത്തിന് എരി കയറ്റാൻ കിട്ടും. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ പൊടിക്ക് ഇവിടെ ഉള്ളതുകൊണ്ടാണ്, മീനൂട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ എരി വളരെ കുറച്ചാണ് ചെയ്യുന്നത്. എരി ആൾക്കാർക്ക് എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരി ചേർക്കാം. വെള്ളം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഒരു ചെറിയ ഒരു പൊടിക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം വെള്ളം പിന്നീട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. വെള്ളം തിരിച്ചിറങ്ങും. കുറച്ച് വെള്ളം അങ്ങനെ കിട്ടും. ഓക്കെ, നമ്മളങ്ങനെ ഇതിലോട്ട് ഒരു പൊടിക്ക് ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നുകൊണ്ടത്തേക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇനി റെഡിയായി. മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി വേവിക്കാൻ വെക്കാൻ കേട്ടോ. നമ്മളങ്ങനെ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ തീയങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചിക്കൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കുക. അല്ലെങ്കിൽ വേണ്ട വന്നാൽ മതി, ഞാൻ ചിക്കൻ തരാം. ഓക്കെ.